ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഓവൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിത് ഒരു വട്ടം വീട്ടിലുണ്ടാക്കിയാൽ പിന്നെ നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങൂല കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കും. എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് ഞാനിവിടെ ആദ്യം ഒരു 1.25 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് തരിച്ചിട്ട് എടുക്കാം. മൈദ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒന്ന് തരിച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ അത് അങ്ങനെ ഞാനൊന്ന് തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഈസ്റ്റാണ് കേട്ടോ. 1 സ്പൂൺ ഈസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബ്രെഡൊക്കെ കഴിക്കുന്ന സമയത്ത് ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 3 സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അത് ഞാൻ കുഴച്ചെടുക്കുന്ന സമയത്ത് ഞാൻ മറന്നതായിരുന്നു. അപ്പോൾ ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളത്തിലാണ് കേട്ടോ അത് നമ്മളൊന്ന് കുഴച്ചെടുക്കേണ്ടത്. കൈയൊന്നും പൊള്ളാത്ത രീതിയിലുള്ള വെള്ളം ചൂടുണ്ടാവുമല്ലോ, ആ ഒരു രീതിയിലാണ് നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് ചപ്പാത്തിക്കൊക്കെ കുഴക്കണ ആ ഒരു രീതിയിലല്ല കേട്ടോ, ഒന്ന് ലൂസായിട്ട് വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതേപോലെ ആവണം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഒന്ന് ഇത്രയ്ക്ക് ലൂസായിട്ട് വേണം കേട്ടോ നമ്മുടെ മാവ് ഉണ്ടാവാൻ. ഇത് കുഴച്ചെടുക്കുന്ന സമയത്തൊക്കെ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടി പിടിക്കുകയൊക്കെ ചെയ്യും. 5-6 മിനിറ്റ് നമ്മൾ ഇതേപോലെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലാക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നെയ്യ് ഒഴിച്ചെടുക്കാൻ ഞാൻ മറന്നിരുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഞാനിത് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും ആക്കി കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ പലകയിൽ ഇത് ഒട്ടിപ്പിടിക്കും. ഇനി ഞാനിതൊരു 4 പീസാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാവ് കുറച്ച് ലൂസായതുകൊണ്ട് കേട്ടോ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എളുപ്പമാണ്. ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാൻ 4 എണ്ണമാക്കിയാണ്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ കത്തിയിലാണ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കത്തിമ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ ഇതിൽ നിന്ന് ഒന്നെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ കുറച്ച് മൈദ ആക്കി കൊടുക്കുക കേട്ടോ. മൈദ അതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രം കുറച്ച് മൈദ ആക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്യുക. കണ്ടില്ലേ, നമുക്ക് ആ ഒരു കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലുള്ള മൈദ ആക്കി കൊടുത്താൽ മതി കേട്ടോ. നല്ലവണ്ണം ആക്കി കൊടുക്കരുത്. എന്നിട്ട് 2 കൈയിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ടൊന്ന് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് ടിന്നിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൽ ഓയിലാക്കി കൊടുത്തിട്ട് ബട്ടർ പേപ്പറും കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും അതേപോലെ തന്നെ ആക്കി കൊടുക്കാം. കുറച്ച് നമ്മുടെ കയ്യിലും മൈദ കുറച്ചാക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള 2 കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഞാനിവിടെ 4 ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലാക്കി കണ്ട് കൊടുക്കാം. അങ്ങനെ ഓയിലൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കതൊരു 10 മിനിറ്റും കൂടെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഒന്നും കൂടെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ മുട്ട ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ 2 മഞ്ഞയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ അതും കൂടെ അതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ ചെയ്തെടുക്കുന്നത് നമ്മുടെ ബ്രെഡ് വെന്ത് വരുന്ന സമയത്ത് നല്ലൊരു തെളുക്കായിരിക്കും കേട്ടോ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കാണാൻ. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടറൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ. ബട്ടറോ നെയ്യോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മുട്ടയാണ് ആക്കി കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളുത്ത എള്ള് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇനി കറുത്തതാണെന്നുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഞാൻ എള്ളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മളിതൊന്ന് വേവിച്ചിട്ട് എടുക്കുന്നത് ഓവനിലൊന്നുമല്ല കേട്ടോ. നമ്മൾ കേക്ക് എങ്ങനെയാണോ വേവിച്ചെടുക്കൽ അതേ രീതിയിൽ തന്നെയാണ് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്.
അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചിട്ട് എടുക്കാൻ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിത് വേവിച്ചിട്ട് എടുത്തിട്ടുള്ളത്. ഒരു 50 മിനിറ്റോളം ആയിട്ടോ എനിക്കതൊന്ന് വെന്ത് വരാൻ സമയം. നമുക്കിത് ഇതിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഈ ഒരു ടിന്നിൽ നിന്ന് ഇതൊന്ന് മാറ്റി കൊടുക്കാൻ. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ടൊന്നും ഒട്ടി പിടിക്കില്ല കേട്ടോ, അതിനാണ് ബട്ടർ പേപ്പർ വെക്കുന്നത്. അപ്പോൾ ഇതങ്ങനെ ഞാൻ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ബ്രെഡ് കടയിൽ നിന്നൊന്നും വാങ്ങണ്ട കേട്ടോ, നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അധികം സാധനങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ചിട്ടൊന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണേ അതേ രീതിയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതാ കണ്ടില്ലേ, അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.